ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നോക്കിയോ ലൂമിയ 520യുടെ ഓണാകാത്ത കംപ്ലൈൻറ്റ്. എന്താണ് ഓണാകാത്ത കംപ്ലൈൻറ്റ്? ഷൂട്ടിംഗ് ആണോ, ഷൂട്ടിംഗ് അല്ലയോ, എങ്ങനെ ചെക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ വീഡിയോയിൽ. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതിന് ആദ്യമായിട്ട് ഈ 1 2 3 4 5 6 7 8 സ്ക്രൂകൾ അഴിക്കുക. ശേഷം ഈ സൈഡ് തിക്കി മുകളിലോട്ട് ഈ ലോക്കുകളെല്ലാം ഒന്ന് പിടിപ്പിച്ച് ഇതിൻ്റെ ഈ കേസ് എടുക്കാവുന്നതാണ്. ശേഷം ഡിസ്പ്ലേയുടെയും ടച്ചിൻ്റെയും കണക്ടർ പിടിപ്പിക്കുക. പിന്നെ ഇവിടെ സൈഡിൽ ഇവിടെ ഇച്ചിരി ലോക്കുണ്ട്. ആ ലോക്കൊന്ന് പിടിപ്പിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ലോക്ക് പിടിപ്പിച്ച് ബോർഡ് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൊബൈൽ ആദ്യം നിങ്ങൾ ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് നിങ്ങൾ ഒരു പോള് നെഗറ്റീവിലും ഒരു പോള് പോസിറ്റീവിലും വെച്ച് നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ഒരു സൈഡിലേക്ക് കണ്ടിന്യൂറ്റി കാണിക്കണം, മറ്റൊരു സൈഡിലേക്ക് കണ്ടിന്യൂറ്റി കാണിക്കരുത്. അങ്ങനെയാണ് കാണിക്കേണ്ടത്. രണ്ട് സൈഡിലേക്കും കണ്ടിന്യൂറ്റി കാണിക്കുകയാണെങ്കിൽ ഷോർട്ടാണെന്ന് വിചാരിക്കാം. ഷോർട്ടാണെന്ന രീതിയിൽ ഏത് സ്പെയർ വേണേലും ഈ പോസിറ്റീവ് വോൾട്ടേജ് കയറുന്ന കപ്പാസിറ്ററുകളിൽ മെയിനായിട്ട്, പിന്നെ പവർ IC, നെറ്റ്വർക്ക് IC അങ്ങനെയുള്ള കേസുകളിലെല്ലാം ഷോർട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊരു ചാർജുള്ള ബാറ്ററി ഇട്ടേച്ച് നിങ്ങൾ പതുക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് ഹീറ്റാകുന്നതെന്ന് നോക്കി നിങ്ങൾക്ക് ആ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ടിങ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ മൊബൈലിന് ഇപ്പോൾ ഷോർട്ടിങ്ങിൻ്റെ അല്ല പ്രശ്നം, ഈ കീയുടെയാണ് പ്രശ്നം. പവർ സ്വിച്ച് നന്നായിട്ടൊന്ന് സോൾഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഷോർട്ടിങ്ങിനെ പറ്റി തന്നെ ഞാനൊരു മുമ്പ് ഷോർട്ടിങ് ഫൈൻഡ് ചെയ്യാനൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, കാർഡ് രൂപത്തിൽ വരും. അപ്പോൾ അകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ പവർ സ്വിച്ച് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ആദ്യം ഈ സ്വിച്ച് ഇളകിയിട്ടേ ഉള്ളൂ, മാറണമെന്നില്ല. നിങ്ങളുടെ സ്വിച്ച് പോയതാണെങ്കിൽ പൊട്ടിപ്പോയതാണെന്നൊരു നിങ്ങളൊരു പഴയ നോക്കിയയുടെ മൊബൈലിലൊക്കെ ഈ സ്വിച്ച് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കൂട്ട് ഒരെണ്ണം അഴിച്ചു വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ ലെഗുകൾ ഇളകിപ്പോയതാണ്. അപ്പോൾ ചൊവ്വിനൊന്ന് ക്ലീൻ ചെയ്തേക്കുക. ക്ലീൻ ചെയ്തേച്ച് വേണം ഒട്ടിക്കാനായിട്ട്. ബ്ലേഡിനെ വല്ലതും ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. സ്ക്രാച്ച് ചെയ്താൽ നല്ലതായിട്ട് ഒട്ടും. പിന്നെ ഫ്ലെക്സ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലെക്സ് സോൾഡറിങ് നല്ലപോലെ പിടിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഫ്ലെക്സ് ഇട്ടേച്ച് സോൾഡർ ചെയ്യുക. അപ്പോൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കൂട്ടി നോക്കാം. അത് ഈ ലോക്കുകൾ ഒന്ന് കറക്റ്റായിട്ട് ഇടണം. പിന്നെ ഈ സ്ക്രീനിൻ്റെയും ടച്ചിൻ്റെയും
കണക്ടർ ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്വിച്ച് ചുവനൊന്ന് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. സ്വിച്ച് പോയതാണെന്നൊരു നിങ്ങൾ ഏതെങ്കിലും പഴയ നോക്കിയയുടെ ഒരു സ്വിച്ച് എടുത്തിട്ട് റിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.